കേരള രാഷ്ട്രീയത്തിലെ അതികായകനായ പിണറായി വിജയനും ഭരണകക്ഷിയായ CPM-നുമെതിരെ കലാപക്കൊടി ഉയർത്തി സർക്കാരിനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച് LDF-ൽ നിന്ന് പുറത്തായ PV അൻവർ MLA-യോടുള്ള പക പിണറായി വിജയൻ സർക്കാർ തീർത്തത് വളരെ നാടകീയമായി അദ്ദേഹത്തെ ജയിലിൽ അടച്ചുകൊണ്ടാണ്. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ റിമാൻഡിലായ അൻവറിന്റെ ജാമ്യാപേക്ഷ നേരത്തോട് നേരമാവുന്നതിന് മുമ്പേ കോടതി അംഗീകരിച്ച് ഉത്തരവാകുമ്പോൾ അത് സർക്കാരിന്റെ പകപോക്കലിനുള്ള തിരിച്ചടി കൂടിയാണെന്ന് വേണം നിസ്സംശയം പറയാം. ഫോറസ്റ്റ് ഓഫീസ് തകർത്ത കേസിൽ ഒന്നാം പ്രതിയായ അൻവറിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകളാണ് പിണറായി പോലീസ് ചുമത്തിയത്. ആദിവാസി യുവാവായ മണിയെ കാട്ടാന ചവിട്ടിക്കൊന്നതിൽ പ്രതിഷേധിച്ച് PV അൻവറും അനുയായികളും നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചാണ് അക്രമാസക്തമായത്. തന്റെ അറസ്റ്റ് ജനാധിപത്യ വിരുദ്ധമായ വന നിയമ ഭേദഗതിക്കെതിരെ നടത്തിയ ജനകീയ യാത്രയുടെ ഭാഗമായി നടന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ടാണെന്നാണ് അൻവർ പ്രതികരിച്ചത്. വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്യുന്നവർക്ക് നീതി നിഷേധിക്കരുതെന്ന് മുൻപും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അറസ്റ്റിന്റെ ഭാഗമായി ഒരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളോ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികളോ ഉണ്ടായിത്തീരാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അൻവർ പറഞ്ഞു. പുറത്തു വന്നതിന് ശേഷം താൻ ഏറ്റെടുത്ത സമര പരിപാടികളുടെ ഭാഗമായി ജനകീയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും ശക്തമായ നിയമ പോരാട്ടം സംഘടിപ്പിക്കുകയും കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് പോവുകയും ചെയ്യുമെന്നാണ് നിലമ്പൂർ MLA പ്രതികരിച്ചത്. അൻവറിന്റെ അറസ്റ്റിനെതിരെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. അൻവറിന്റെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത് ഭരണകൂട ഭീകരതയാണെന്നായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ വിമർശനം. വന നിയമ ഭേദഗതിക്കെതിരായ ജനകീയ യാത്രയിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ നേരത്തെ വിട്ടുനിന്നിരുന്നുവെങ്കിലും അൻവറിന്റെ അറസ്റ്റിന് പിന്നാലെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി നേതാക്കൾ രംഗത്തെത്തുകയായിരുന്നു. അൻവറിന്റെ അറസ്റ്റിനെ തെറ്റായ നടപടിയാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചത്. ഒരു MLA-ക്ക് പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കാനാകില്ലെന്നും നിയമസഭ തല്ലി തകർത്തവർ മന്ത്രിയും MLA-യുമായി തുടരുമ്പോഴാണ് അൻവറിനെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നത്. വന്യജീവി ആക്രമണം പ്രതിരോധിക്കുന്നതിലും വന നിയമത്തിലെ ഭേദഗതികൾ പിൻവലിക്കുന്നതിനും നടപടി ഉണ്ടായില്ലെങ്കിൽ ഇനിയും ശക്തമായ സമരങ്ങൾ ഉണ്ടാകുമെന്നും സതീശൻ മുന്നറിയിപ്പ് നൽകി. അൻവറിന്റെ അറസ്റ്റിന് പിന്നിലെ ഉദ്ദേശശുദ്ധി ശരിയല്ലെന്ന് KPCC പ്രസിഡന്റ് K സുധാകരന്റെ വിമർശനം. അറസ്റ്റിൽ പോലീസ് അമിത വ്യഗ്രത കാണിച്ചു. റോഡ് അടച്ച് സ്റ്റേജ് കിട്ടിയ കേസിൽ MV ഗോവിന്ദൻ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യാൻ കാണിക്കാത്ത ആത്മാർത്ഥത അൻവറിന്റെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ചിട്ടുണ്ടെന്നും അതിനു പിന്നിൽ ഉന്നത രാഷ്ട്രീയ ഗൂഢാലോചന വ്യക്തമാണെന്നും K സുധാകരൻ പ്രസ്താവനയിൽ പറഞ്ഞു. ജനങ്ങളെ ആന കൊല്ലുമ്പോൾ സർക്കാർ നിസ്സംഗത തുടരുകയാണ്. ഇതിനെപ്പറ്റി ഗൗരവമായ ചർച്ച പോലും നടക്കുന്നില്ല. ഒരു വലിയ ക്രൂരകൃത്യം നേരിട്ട പോലെയാണ് അൻവറിനെ പോലീസ് നേരിട്ടത്. പക്ഷപാതപരമായ സമീപനമുണ്ടായി. ഇതിലും വലിയ കസേര ചുമന്നുകൊണ്ടുപോയി തല്ലിപ്പൊളിച്ചത് ജനങ്ങൾ കണ്ടിട്ടുണ്ടെന്നും അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത UDF യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. നേരത്തെ വന നിയമ ഭേദഗതിക്കെതിരെ മാനന്തവാടി മുതൽ വഴിക്കടവ് വരെ പ്രഖ്യാപിച്ച ജനകീയ യാത്രയുടെ ഉദ്ഘാടനത്തിന് വയനാട് DCC പ്രസിഡന്റിനെയാണ് PV അൻവർ ക്ഷണിച്ചത്. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം പിന്മാറുകയായിരുന്നു. IC ബാലകൃഷ്ണൻ MLA-യും പരിപാടിയിൽ പങ്കെടുത്തില്ല. ലീഗ് നേതാക്കളും വിട്ടുനിന്നിരുന്നു. എന്നാൽ അൻവർ അറസ്റ്റിലായതോടെ UDF നേതാക്കൾ അദ്ദേഹത്തിന് അനുകൂലമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തുകയായിരുന്നു. അൻവറിന്റെ അറസ്റ്റിനെതിരെ മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസും രംഗത്ത് വന്നിരുന്നു. PV അൻവറിനെ UDF-ൽ എടുക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്ന നിലപാടുള്ളപ്പോഴാണ് അറസ്റ്റിനെതിരെ KPCC പ്രസിഡന്റ് തന്നെ പ്രതിഷേധിച്ചത്. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ തികച്ചും അപ്രസക്തനായിക്കൊണ്ടിരിക്കെ അൻവറിന് കിട്ടിയ പിടിവള്ളിയായി വേണം ഈ അറസ്റ്റിനെയും തുടർന്നുള്ള ജാമ്യ നടപടികളെയും കാണാൻ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.